കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിനം. ഇന്ന് നടത്തുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ കുടുംബം. ഗംഗാവാലി പുഴയിലും തെരച്ചിൽ ഊർജിതമാക്കും. ലോറി പുഴയിലെ മൺകൂനയിലെന്ന് സംശയം. MK രാഘവൻ MP അപകട സ്ഥലത്ത്. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മഴ. മലപ്പുറത്ത് നിപ ഭീതിക്കിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. രോഗബാധിതനായി മരിച്ച 14 വയസ്സുകാരന്റെ റൂട്ട് മാപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുടെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിച്ചു. ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ട 7 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ്. നിപ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധനാ നടപടികളിലേക്ക് കടന്ന് മൃഗസംരക്ഷണ വകുപ്പും. രോഗം ബാധിച്ച് മരിച്ച കുട്ടിയുടെ താമസ സ്ഥലമായ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി പരിസരത്ത് പരിശോധന നടത്തും. വവ്വാലുകൾ കടിച്ച പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്ത്. 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ വിദഗ്ധരുമാണ് സംഘത്തിലുള്ളത്. ഇന്നലെ രാത്രിയോടെ സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഒരു ഗഡു ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക 1600 രൂപ വീതം. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കുമെന്ന് ധനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM-ൽ സ്വയം വിമർശനം ശക്തി പ്രാപിക്കുന്നു. പാർട്ടി പ്രവർത്തനത്തെ കുറ്റപ്പെടുത്തി കരട് തെറ്റുതിരുത്തൽ രേഖ. സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നും തുടരും. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാരോപിച്ചാണ് ഹർജി. സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് മലയാളി അഭിഭാഷകരായ സുഭാഷ് ചന്ദ്രൻ. മലങ്കര സഭാ പള്ളിത്തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ, പുളിന്താനം പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ പോലീസ്. പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ച് യാക്കോബായ സഭാ വിശ്വാസികൾ. പ്രദേശത്ത് സംഘർഷ സാധ്യത. 25-ന് മുൻപ് വിധി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം. കണ്ണൂർ വട്ടിപ്പുറത്തെ 100ഓളം കുടുംബങ്ങൾ അപകടഭീതിയിൽ. കൂറ്റൻ കരിങ്കല്ലുകൾ വീടുകളുടെ ചുമർ തുരന്ന് കടന്നുപോയി. വെള്ളമൊഴുകിയ വഴിയിലെ മരങ്ങൾ കടപുഴകി. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പലതവണ നിവേദനം നൽകിയെന്ന് നാട്ടുകാർ. വൈദ്യുതി തകരാർ പരിഹരിക്കാനെത്തിയ ജീവനക്കാർ മദ്യപിച്ചെന്ന് പരാതി നൽകിയതിന് കുടുംബത്തെ അർദ്ധരാത്രിയിൽ ഇരുട്ടിലാക്കി KSEB-യുടെ പ്രതികാരം. മന്ത്രിയും MLA-യും വരെ ഇടപെട്ട ശേഷം വൈദ്യുതി തടസ്സം പരിഹരിച്ചെങ്കിലും ജോലി തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായി KSEB. എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി പള്ളുരുത്തി ബോട്ട് ക്ലബ് 5ാം തവണയും കിരീടം ലക്ഷ്യമിട്ട് പള്ളുരുത്തി ബോട്ട് ക്ലബ് ജലചക്രവർത്തി കാരിച്ചാൽ ചുണ്ടനുമായി PBC ഇത്തവണ മത്സരിക്കാൻ 70 വള്ളങ്ങൾ. ജലോത്സവം ആഗസ്റ്റ് 10-ന്.
ബംഗളൂരുവിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടക്കവേ സമൂഹമാധ്യമങ്ങളിൽ സെൽഫി അടക്കമുള്ള പോസ്റ്റുകൾ പങ്കുവെച്ച് ഉദ്യോഗസ്ഥൻ. മണ്ണിടിച്ചിലുണ്ടായ ദിവസം മുതൽ കാര്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്ന് വിമർശനമുണ്ട്. ഇതിനിടെയാണ് ദുരന്തമുഖത്തു നിന്നും SP നാരായണ IPSന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏകജാലകം വഴി മെറിറ്റിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് വിഷയവും സ്കൂളും മാറാൻ അനുമതി. ഇന്ന് രാവിലെ 10 മണിക്കും നാളെ വൈകുന്നേരം 4 മണിക്കും മധ്യയാണ് പുതിയ പ്രവേശനം നേടേണ്ടത്. ഇതുവരെ 25,052 കുട്ടികൾക്കാണ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചത്. പത്തനംതിട്ട മേലെ വെട്ടിപ്പുറത്ത് വയോധികയെ കാണാതായി. പുത്തൻവീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജഗദീഷ് റാവുവിന്റെ ഭാര്യ രമണിയാണ് ഈ മാസം 17 മുതൽ കാണാതായത്. രാവിലെ വീട്ടിൽ നിന്നും കാണാതാകുമ്പോൾ ഇവർ നൈറ്റിയും പച്ച ഷോളും ധരിച്ചിരുന്നതായി കുടുംബാംഗങ്ങൾ. പത്തനംതിട്ട സ്പോർട്സ് കൗൺസിലിന്റെയും യോഗ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് T സക്കീർ ഹുസൈൻ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 113 മത്സരാർത്ഥികൾ പങ്കെടുത്തു. വയനാട്ടിൽ വീട് കുത്തിത്തുറന്ന് 60,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച സംഭവത്തിൽ 1-ാം പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളി പിടിയിൽ. പാലക്കാട് സ്വദേശിയായ ഉടുമ്പ് രമേശൻ എന്നറിയപ്പെടുന്ന രമേശിനെ ഇരിഞ്ഞാലക്കുട ജയിലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണമൊരുക്കാൻ സഹായിച്ച കൂട്ടുപ്രതി മണിയെ മാനന്തവാടി പോലീസ് പിടികൂടി. ഇതോടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പേരും പിടിയിലായി. മുഖ്യമന്ത്രിക്കെതിരെ AIYF പത്തനംതിട്ട ജില്ലാ ശില്പശാലയിൽ വിമർശനം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഏകാധിപത്യ സ്വഭാവവും ധാർഷ്ട്യവും ഉണ്ടെന്നാണ് വിമർശനം. പ്രതിഷേധക്കാർക്കെതിരെയുള്ള ആക്രമണം രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ചത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. വിമർശനം പന്തളത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ. തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കഞ്ചാവ് കണ്ടെത്തി. 5-ാം പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിലാണ് 8 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. പരിശോധന നടത്തിയത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും റെയിൽവേ സംരക്ഷണ സേനയും സംയുക്തമായി. സുൽത്താൻ ബത്തേരി മന്തംകൊല്ലിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരുക്ക്. മൂന്നാനക്കുഴി സ്വദേശി ഷിബിൻ, മന്തംകൊല്ലി സ്വദേശി ഷബീർ എന്നിവർക്കാണ് പരുക്കേറ്റത്. പനമരം ഭാഗത്ത് നിന്ന് ആശുപത്രി ആവശ്യവുമായി എത്തിയ കാറും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഷബീർ ഓടിച്ചിരുന്ന കാർ ഇയാളുടെ വീട്ടുമുറ്റത്തേക്ക് തന്നെ തല കീഴായി മറിയുകയായിരുന്നു. NDPS കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സ്ഥിരം കുറ്റവാളിയെ 12.5 കിലോ കഞ്ചാവുമായി എക്സൈസ് പിടികൂടി. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശി ഷെറോൺ നജീമാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും പിടിയിലായത്. പിടികൂടിയത് ആന്ധ്രാപ്രദേശ് സ്വദേശികൾ കോട്ടയത്ത് എത്തിച്ചു നൽകിയ കഞ്ചാവ് വീട്ടിലേക്ക് മാറ്റുന്നതിനിടെ.
മുണ്ടങ്ങയിൽ സിമന്റ് ലോറിക്ക് തീപിടിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. തിരുവല്ല ബൈപ്പാസ് ഇനി മുതൽ ആരോഗ്യ നഗരി. സൗന്ദര്യവത്കരിച്ച തിരുവല്ല ബൈപ്പാസും B1 ജംഗ്ഷനും ഉദ്ഘാടനം ചെയ്ത് മാത്യു ടി തോമസ് MLA. തിരക്കുള്ള ബൈപ്പാസ് റോഡിലൂടെ കടന്നു പോകുന്നവർക്ക് മനോഹരമായ കാഴ്ചവിരുന്നാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. കാട്ടാക്കട മച്ചേൽ സ്വദേശി കൃഷ്ണയുടെ മൃതദേഹവുമായാണ് നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചത്. കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കോഴിക്കോട് തിരുവമ്പാടിയിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി സംസ്ഥാനതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുത്തത് 40 വയസ്സിന് മുകളിലുള്ളവർ. ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് ലിൻഡോ ജോസഫ് MLA. വയനാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. 3 താലൂക്കുകളിലായി ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 19 ദുരിതാശ്വാസ ക്യാമ്പുകൾ. ക്യാമ്പുകളായി തുടരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി. എറണാകുളം പിഴല ദ്വീപ് നിവാസികളെ ബുദ്ധിമുട്ടിലാക്കി 1.5 വർഷം മുൻപ് തുടങ്ങിയ റോഡ് പണി. തീർത്തും ഗതാഗത യോഗ്യമല്ലാത്ത റോഡിൽ വലഞ്ഞ് ജനം. ഫണ്ട് പ്രശ്നമുന്നയിച്ച് കരാറുകാരൻ നിർമ്മാണം വൈകിക്കുന്നതാണ് ദുരിതത്തിന് കാരണം. ശ്രീലങ്കയ്ക്കെതിരായ 2020 ഏകദിന പരമ്പരകൾക്കായി ഇന്ത്യൻ ടീം ഇന്ന് യാത്ര തിരിക്കും. പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേൽക്കും. 2020 പരമ്പരയിലെ ആദ്യ മത്സരം 27. പാരീസിൽ മത്സരിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന് സാമ്പത്തിക പിന്തുണയുമായി BCCI. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് 8.5 കോടി രൂപ സഹായധനം നൽകും. പിന്തുണ നൽകിയതിൽ അഭിമാനമെന്ന് BCCI സെക്രട്ടറി ജയ്ഷ. ഒളിമ്പിക്സിൽ ഇത്തവണ മത്സരിക്കുന്നത് 117 അംഗ സംഘം. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ഇംഗ്ലണ്ട്. 2ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ജയം 241 റൺസിന്. 385 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന വിൻഡീസ് 143-ന് ഓൾ ഔട്ടായി. ഷോയബ് ബാഷിറിന് 5 വിക്കറ്റ്. ഒലി പോപ്പ് കളിയിലെ താരം. ഏഷ്യാകപ്പിൽ സെമി ഉറപ്പിച്ച് ഇന്ത്യൻ വനിതകൾ. UAE-ക്കെതിരെ 78 റൺസിന്റെ തകർപ്പൻ ജയം. 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UAE ഇന്നിംഗ്സ് 123-ൽ അവസാനിപ്പിച്ചു. അർദ്ധ സെഞ്ചുറി നേടിയ റിച്ച ഘോഷ് കളിയിലെ താരം.
വനിതാ 2020 ക്രിക്കറ്റിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഏറ്റവും അധികം റൺസ് നേടുന്ന രണ്ടാമത്തെ വനിതാ താരം. ഓസ്ട്രേലിയൻ താരം മെഗ് ലാനിങ്ങിനെ മറികടന്നു. ഹർമൻപ്രീതിന് നിലവിൽ 3415 റൺസ്. 2020 ചരിത്രത്തിൽ ആദ്യമായി 200 കടന്ന ഇന്ത്യ. മലയാളി താരം അലൻ സജി FC ഗോവയിൽ 18-കാരൻ സ്ട്രൈക്കറെ ദീർഘകാല കരാറിൽ സ്വന്തമാക്കി ഗോവ. ISL ക്ലബിലെത്തിയത് സ്വപ്ന സാക്ഷാത്കാരമെന്ന അലൻ. 12 വയസ്സ് മുതൽ റിലയൻസ് ഫൗണ്ടേഷൻ അക്കാദമിയിൽ കളിക്കുന്ന താരം. ഡയമണ്ട് കോസിന് ഗംഭീര സ്വീകരണം ഒരുക്കിയ ISL ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ. കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിയത് 100 കണക്കിന് ആരാധകർ. ദിമിത്രി ബംഗാളിലെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന്. സ്വീഡിഷ് ഓപ്പണിൽ റാഫേൽ നദാലിന് നിരാശ. സ്പാനിഷ് ഇതിഹാസത്തെ ഫൈനലിൽ വീഴ്ത്തി ന്യൂനോ ബോർഗസ് ചാമ്പ്യൻ. നദാലിന്റെ തോൽവി നേരിട്ടുള്ള സെറ്റുകൾക്ക്. സ്കോർ 6-3, 6-2. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങും. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് സഭയിൽ വയ്ക്കും. റബ്ബർ വ്യവസായത്തിന് മുൻഗണന ഉറപ്പാക്കുന്ന റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബില്ലടക്കം 6 ബില്ലുകൾ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് 9.2%. കണക്ക് പുറത്തുവിട്ടത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി. മൂന്നാം മോദി സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തൊഴിലവസരങ്ങളുടെ ഗുണനിലവാരത്തിലും ആശങ്ക. പാർലമെന്റിലും ചെങ്കോട്ടയിലും സ്ഫോടനം നടത്തുമെന്ന ഭീഷണി സന്ദേശം. CPIM എംപിമാരായ V ശിവദാസനും A റഹീമിനും ലഭിച്ച ഭീഷണി സന്ദേശം ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പേരിൽ. ഭീഷണി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയുടെ ത്രിവർണ പതാക ദിനം. വൈവിധ്യപൂർണമായ ഇന്ത്യ എന്ന രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ത്രിവർണ പതാകയെ രാജ്യം അംഗീകരിച്ചത് 1947 ജൂലൈ 22-ന്. പരമാധികാര ഇന്ത്യയുടെ ദേശീയ പതാകയായി സ്വരാജ് പതാകയെ അംഗീകരിച്ചിട്ട് ഇന്നേക്ക് 78 വർഷം. വിവാദങ്ങൾ കനക്കെ കൻവാർ യാത്രയ്ക്ക് ഇന്ന് തുടക്കം. യാത്രാവഴിയിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് UP സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തം. ഉത്തർപ്രദേശിൽ ജാഗ്രതാ നിർദ്ദേശം. കൻവർ യാത്രാ വിവാദം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചേക്കും. കൻവർ യാത്ര വഴിയിലുള്ള കടയുടമകൾക്ക് പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന UP ഉത്തരവിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഉത്തരവ് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജി. വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് തൃണമൂൽ MP മഹുവ മൊയ്ത്രേ. കൻവാർ യാത്രാ വഴിയിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന UP സർക്കാർ ഉത്തരവിനെ പിന്തുണച്ച് ബാബ രാംദേവ്. ജോലിയിൽ ശുദ്ധി മാത്രമേ ആവശ്യമുള്ളൂ. ഹിന്ദുവോ മുസ്ലിമോ മറ്റേതെങ്കിലും സമുദായത്തിൽ നിന്നുള്ളവരോ എന്നത് പ്രശ്നമല്ല. എല്ലാവരും അവരവരുടെ പേരുകളിൽ അഭിമാനിക്കണമെന്നും ബാബ രാംദേവ്.
നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് പരീക്ഷ റദ്ദാക്കണം, വീണ്ടും മൂല്യനിർണ്ണയം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളുമായി നൽകിയ 40ഓളം ഹർജികൾ. ചില കേന്ദ്രങ്ങളിലെ മാർക്കിൽ അസ്വാഭാവികത ഉണ്ടെന്ന ആരോപണവുമായി ഹർജിക്കാർ. ഉദ്യോഗസ്ഥർ RSS പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള വിലക്ക് നീക്കിയതായി കോൺഗ്രസ്. സർക്കാർ ഉത്തരവ് പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. വാജ്പേയിയുടെ കാലത്ത് നിലനിന്നിരുന്ന 58 വർഷത്തെ നിരോധനം മോദി സർക്കാർ നീക്കിയതായും ജയറാം രമേശ്. ലോക പൈതൃക സമിതിയുടെ 46ാമത് സെഷന് ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ഇന്ത്യയുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രകീർത്തിച്ച് യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ. ലോക പൈതൃക സമിതിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഇതാദ്യം. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഗുജറാത്തിലെ സൂറത്തിൽ വെള്ളക്കെട്ട്. പ്രദേശത്തെ പല ഭാഗങ്ങളിൽ ജനങ്ങൾ ദുരിതത്തിൽ. 3 ആഴ്ചയിലധികമായി സംസ്ഥാനത്ത് മഴ തുടരും. ചാന്ദിപുര വൈറസ് അണുബാധയെ തുടർന്ന് ഗുജറാത്തിൽ 5 മരണം കൂടി. 13 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ആകെ കേസുകൾ 84ആയി. ഭീകരതയെ നേരിടാൻ ജമ്മുകശ്മീരിൽ 500 പാരാ കമാൻഡോകളെ വിന്യസിച്ച സൈന്യം. ജമ്മുവിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. 200 പ്രത്യേക കവചിത വാഹനങ്ങളും വിന്യസിച്ചു. പ്രധാനമന്ത്രിയുടെ ഏക് പേഡ് മാ കെ നാം മുദ്രാവാക്യത്തെ പിന്തുണച്ച് UP വനം മന്ത്രി അരുൺ കുമാർ സക്സേന. അമ്മയേക്കാൾ വലുതായി ഒന്നുമില്ല. മരം നടുന്നത് വളരെ പ്രധാനമായതിനാലാണ് പ്രധാനമന്ത്രി മോദി ഈ മുദ്രാവാക്യം നൽകിയതെന്നും അരുൺ കുമാർ സക്സേന. മധ്യപ്രദേശിലെ രേവ ജില്ലയിൽ 2 സ്ത്രീകളെ കഴുത്തോളം ചരലിൽ കുഴിച്ചിട്ട് ട്രക്ക് ഡ്രൈവർമാരുടെ ക്രൂരത. പ്രദേശത്തെ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനിടെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം. സംഭവത്തിൽ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത പോലീസ്. IT ജീവനക്കാരുടെ തൊഴിൽ സമയം പ്രതിദിനം 14 മണിക്കൂർ വരെയാക്കി ഉയർത്താൻ കർണാടക സർക്കാരിന്റെ നീക്കം. കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്ത് 14 മണിക്കൂർ ആക്കണമെന്ന ആവശ്യവുമായി IT കമ്പനികൾ കർണാടക സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. കേദാർനാഥിൽ മണ്ണിടിച്ചിലിൽ 3 മരണം. അപകടം കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കിടെ. ഗൗരിയകുണ്ട് കേദാർനാഥ് ട്രക്കിംഗ് റൂട്ടിലെ ചിർബാസ പ്രദേശത്തിന് സമീപം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്ക്. X പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടെ പ്രായം പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ആവശ്യപ്പെട്ട IT മന്ത്രാലയം. ഇതിന് സർക്കാർ സഹായം ലഭ്യമാകില്ല. നീക്കം ആധാറോ ഡിജി ലോക്കറോ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കുന്ന രീതികൾ പ്രായോഗികമല്ലെന്ന് കണ്ടെത്തലോടെ. ഡൽഹിയിൽ റീലുകൾ ചെയ്യുന്നതിനുള്ള DSLR വാങ്ങാൻ ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച യുവതി. മോഷ്ടിച്ചത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം. കേസിൽ നീതു യാദവ് എന്ന 30-കാരി അറസ്റ്റ്. ബാഗുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി വിമാനത്താവളത്തിൽ CPR ഉപയോഗിച്ച ഒരാളുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർക്ക് ആദരം. ഡോക്ടർ പ്രിയ ഗാർഗിനെ ആദരിച്ച് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ. ജയ്പൂരിൽ നടന്ന പ്രതിവാര അവലോകന യോഗത്തിൽ NWR ജനറൽ മാനേജർ അമിതാഭ് ഡോക്ടർ പ്രിയയ്ക്ക് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. ഹൃദയാഘാതം സംഭവിച്ച വയോധികന്റെ ജീവൻ രക്ഷിച്ചത് ഡോക്ടറുടെ
പെട്ടെന്നുള്ള ഇടപെടലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുനെയിൽ സന്ദർശനം നടത്തി. ബി.ജെ.പി. മഹാരാഷ്ട്ര സംസ്ഥാന സമ്മേളനത്തിൽ നേതാക്കളെ അഭിസംബോധന ചെയ്തു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും വിജയിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ധാർഷ്ട്യം തകരുമെന്ന് അമിത്ഷാ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടന്നേക്കും. പ്രണയബന്ധം പുറത്തറിഞ്ഞതിനെ തുടർന്ന് 17-കാരനെ തല്ലിക്കൊന്ന് കുടുംബം. സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ. 15-കാരിയായ സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടെ കുടുംബം കുട്ടിയെ പിടിച്ച് മരത്തിൽ കെട്ടിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പോലീസ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. കമലാ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച ബൈഡന്റെ പിന്മാറ്റ പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെ. തീരുമാനം തെരഞ്ഞെടുപ്പിന് 4 മാസം ബാക്കി നിൽക്കെ മാറി നിൽക്കേണ്ടത് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യം മുൻനിർത്തിയെന്ന് ബൈഡൻ. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതിനു പിന്നാലെ പ്രതികരണം കടുപ്പിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യനല്ല. ബൈഡനേക്കാൾ എളുപ്പത്തിൽ കമലാ ഹാരിസിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും ട്രംപിന്റെ ആദ്യ പ്രതികരണം. ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയതിനു ശേഷം ബൈഡനെ പ്രശംസിച്ച ഡെമോക്രാറ്റുകൾ. ബൈഡൻ ദേശസ്നേഹി ആയിരുന്നെന്നും യുഎസിന് എപ്പോഴും 1ാം സ്ഥാനം നൽകിയെന്നും ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണും ബൈഡന്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തി. ചൈനയിലെ പ്രളയത്തിൽ 30-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യത്ത് കനത്ത മഴ തുടരുകയാണ്. നേപ്പാൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി. ഞായറാഴ്ച പാർലമെന്റിലെ നിർണായക വിശ്വാസ വോട്ടെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ശർമ്മ ഒലി പ്രധാനമന്ത്രിയായത്. ഒലി അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് 188 വോട്ടും എതിർത്ത് 74 വോട്ടും ലഭിച്ചു. അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തന്നെ ഒരു തീവ്രവാദിയെ പോലെ ജയിലിൽ അടച്ചിരിക്കുകയാണെന്ന് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ദി ഡോൺ ന്യൂസ് പേപ്പറിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇമ്രാൻഖാന്റെ ആരോപണം. ഒരാഴ്ചക്കിടെ സൗദിയിൽ നാടുകടത്തിയത് 1,44,500 പേരെ. തൊഴിൽ വീസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 14,400 വിദേശികളെയാണ് ഒരാഴ്ചക്കിടെ സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തിയത്. അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് 1,300-ലധികം ആളുകൾ. തർഹീലിൽ നിലവിൽ നിയമ നടപടി നേരിടുന്നവരിൽ 15,300 പേർ പുരുഷന്മാരും 16,700 പേർ സ്ത്രീകളുമാണ്. ആഗോള സൈബർ തകരാറിനെ തുടർന്ന് കൂടുതൽ US വിമാനങ്ങൾ റദ്ദാക്കി. ഞായറാഴ്ച വരെ 1,200 വിമാനങ്ങളാണ് യാത്ര റദ്ദാക്കിയത്. വെള്ളിയാഴ്ചയുണ്ടായ സാങ്കേതിക തകർച്ചയിൽ നിന്നും മുന്നേറാൻ വിമാന കമ്പനികൾ പാടുപെടുകയാണ്. ജോലി തട്ടിപ്പിനിരയായി കംബോഡിയയിൽ കുടുങ്ങിയ 14 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തി. നാംപെനിൽ സന്നദ്ധ സംഘടനയുടെ സംരക്ഷണത്തിലുള്ള ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടി ആരംഭിച്ചു. ഇന്ത്യൻ എംബസി കംബോഡിയയിൽ നിന്ന് ഇതുവരെ രക്ഷിച്ചത് 650 ഇന്ത്യക്കാരെ. ദുബായിൽ ആഡംബര കപ്പലിന് ആസിഫ് അലിയുടെ പേര്. മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി D3 ആണ് നടന് പിന്തുണയറിയിച്ച് കപ്പലിന്റെ പേര് മാറ്റിയത്.
ഉപഹാരദാന ചടങ്ങിൽ ആസിഫിനെതിരെ ഉണ്ടായ അപമാനത്തെ പക്വതയോടെ കൈകാര്യം ചെയ്തതിലാണ് ആദരവായിട്ടാണ് നടപടി. യുഎസിൽ ഇന്ത്യൻ വംശജൻ വെടിയേറ്റ് മരിച്ചത് 29-കാരനായ ആഗ്ര സ്വദേശി ഗവിൻ ദസൌർ. ഇന്ത്യാനയിൽ റോഡിൽ പിക്കപ്പ് ട്രക്ക് ഡ്രൈവറുമായുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ബ്രസീലിയൻ പോപ്പ് ഗായകനായ സസാക്കി വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചു. നനഞ്ഞ ഫാൻ തൊട്ടതിനെ തുടർന്നാണ് വൈദ്യുതിയേറ്റത്. ജൂലൈ 13-ന് ബ്രസീലിൽ സസാക്കിയുടെ ലൈവ് പരിപാടിക്കിടെയാണ് അപകടം സംഭവിച്ചത്. മരണത്തിൽ അനുശോചിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് സസാക്കിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. ആമസോൺ വനത്തിലെ അപൂർവ ഗോത്രവർഗം മാഷ്കോ പിറോയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഗോത്രവർഗത്തെ കണ്ടെത്തിയത് ലാസ് പിദ്രാസ് നദിയുടെ തീരത്ത്. മാഷ്കോ പിറോ ബാഹ്യസമ്പർക്കമില്ലാതെ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തദ്ദേശീയ സമൂഹ ഗോത്രവർഗം. അപൂർവ ഗോത്രവർഗത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് സർവൈവൽ ഇന്റർനാഷണൽ. സൗദിയിലെ ദമാമിലെ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. ദമാം ജുബൈൽ റോഡിൽ ചെക്ക് പോയിന്റിന് സമീപം ഡിവൈഡറിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടം. മരിച്ചത് തൃശൂർ സ്വദേശി മനോജ് മേനോൻ. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മനോജ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അടുത്തിടെ പുറത്തിറക്കിയ സാംസങ് ഗാലക്സി ബഡ്സ് 3യുടെ നിർമ്മാണം നിർത്തിവെച്ച കമ്പനി. ആപ്പിളിന് വെല്ലുവിളി ഉയർത്തി രംഗത്തിറക്കിയ ബഡ്സിന്റെ വിൽപ്പനയാണ് നിർത്തിവെച്ചത്. ഗാലക്സി ബഡ്സ് 3 പ്രോയുടെ പേജ് തന്നെ വെബ്സൈറ്റിൽ നിന്ന് ആമസോൺ നീക്കം ചെയ്തു. മൂന്ന് പുത്തൻ ബുള്ളറ്റുകൾ പുറത്തിറക്കാനൊരുങ്ങി റോയൽ എൻഫീൽഡ്. അപ്ഡേറ്റ് ചെയ്ത റോയൽ എൻഫീൽഡ് 350, ഗോവൻ 350 എന്ന പേരിൽ പുറത്തിറക്കുന്ന ക്ലാസിക് 350യുടെ സിംഗിൾ സീറ്റ് ബോബർ, ക്ലാസിക് 650 ട്വിൻ എന്നിവയാണ് കമ്പനി പുറത്തിറക്കുന്നത്. പുത്തൻ മോഡലുകളിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത് രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളെയാണ്. ആദ്യത്തെ കൂപ്പേ സ്റ്റൈൽ SUV ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ടാറ്റയുടെ ജനപ്രിയ മോഡലായ കർവിന്റെ ICE ഇലക്ട്രിക് മോഡലുകൾ. ഇലക്ട്രിക് SUVക്ക് 450 മുതൽ 500 കിലോമീറ്റർ വരെ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ICE പതിപ്പിൽ ഉപയോഗിക്കുന്നത് 124 bhp 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ. നെക്സണിന്റെ 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനുകൾ. CNG വേരിയന്റുകൾ ഉടൻ പുറത്തിറക്കുമെന്നും കമ്പനി. BMWവിന്റെ പുത്തൻ ഇലക്ട്രിക് ആഡംബര സ്കൂട്ടർ മോട്ടോറാഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങിയ കമ്പനി. സ്കൂട്ടർ അവതരിപ്പിക്കുന്നത് ജൂലൈ 24-ന്. വണ്ടിയുടെ വില 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെ. വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 15 കിലോവാട്ട് ലിക്വിഡ് കൂൾഡ് സിൻക്രണസ് മോട്ടോറാഡിന് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒറ്റ ചാർജിൽ 130 കിലോമീറ്റർ മൈലേജ്. സ്റ്റാൻഡേർഡ് ചാർജിൽ 4 മണിക്കൂറിനുള്ളിലും ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 1.40 മണിക്കൂറിനുള്ളിലും ചാർജ് ചെയ്യാനാകുമെന്നും കമ്പനി. നത്തിങ്ങിന്റെ CMF വാച്ച് പ്രോ 2 വിപണിയിൽ. വാച്ച് നിർമ്മിച്ചിരിക്കുന്നത് വിന്റേജ് മോഡലിൽ. 5000 രൂപയ്ക്കുള്ളിൽ CMF വാച്ച് പ്രോ 2 വിപണിയിൽ ലഭ്യമാണ്. മറ്റ് സ്മാർട്ട് വാച്ചുകളെക്കാളും ബാറ്ററി ലൈഫ് കൂടുതലാണ്.
വണ്ടിയുടെ മുൻവശത്തെ വിൻസ്ക്രീനിനുള്ളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി ദേശീയപാത അതോറിറ്റി. ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഫാസ്ടാഗിൽ നിന്നും ഇരട്ടി തുക പെനാൽറ്റിയായി ഈടാക്കും. തീരുമാനം ടോൾ പ്ലാസകളിലെ തിരക്ക് ഒഴിവാക്കാനെന്ന് വിശദീകരണം. ഡോർ ഥാറിന് റോക്സ് എന്ന് പേര് നൽകി മഹീന്ദ്ര. മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ 3 ഡോർ ഥാറിന്റെ വിജയത്തിന് ശേഷമാണ് മഹീന്ദ്രയുടെ പുതിയ പരീക്ഷണം. 5 ഡോർ ഥാർ എത്തുന്നത് 3 ഡോറിനേക്കാൾ കൂടുതൽ വലുപ്പത്തിൽ. പുത്തൻ ഥാറിന് 3 ഡോറിന്റെ തന്നെ 2 ലിറ്റർ ടർബോ പെട്രോൾ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലും സമാനമായ ഗിയർ ബോക്സ് സിസ്റ്റവും കൂടുതൽ പെർഫോമൻസിനായി റീട്യൂൺ സാധ്യതയും കമ്പനിയുടെ വാഗ്ദാനം. ജീപ്പ് മെറിഡിയൻ SUVയുടെ വിലയിൽ നിന്ന് 2 ലക്ഷത്തോളം വെട്ടിക്കുറച്ച് കമ്പനി തീരുമാനം മെറിഡിയനിന്റെ പുത്തൻ ഫേസ് ലിഫ്റ്റ് മോഡലുകൾ എത്തുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റോക്ക് ക്ലിയറൻസിനു വേണ്ടി. പുത്തൻ മെറിഡിയൻ എത്തുന്നത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും പുത്തൻ മാറ്റങ്ങളുമായി. ഡെലിവറി ആരംഭിച്ച ബജാജ് CNG ഫ്രീഡം 125cc ബൈക്ക് വിൽപ്പന ആരംഭിച്ചത് കഴിഞ്ഞ ജൂലൈ 18 മുതൽ. ഫ്രീഡം 125 എത്തുന്നത് പെട്രോൾ, CNG എന്നിങ്ങനെ ഇരട്ട ഫ്യൂൽ സംവിധാനത്തിൽ. 2 കിലോ CNGയിൽ 200 കിലോമീറ്റർ വരെ മൈലേജ് എന്ന് കമ്പനിയുടെ വാഗ്ദാനം. ബേസ് മോഡലിന് 95,000 രൂപയും ഡ്രം LED മോഡലിന് 1.5 ലക്ഷം രൂപയും ഡിസ്ക് LED മോഡലിന് 1.10 ലക്ഷം രൂപയും എക്സ് ഷോറൂം വില. സ്മാർട്ട് ഫോൺ രംഗത്ത് സാംസങ്ങിന് വെല്ലുവിളിയായി മിക്സ് ഫ്ലിപ്പ് ഫോണുമായി ഷവോമി ഫ്ലിപ്പ് ഫോൺ എത്തുന്നത് ശക്തിയേറിയ മൊബൈൽ ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്പ് സെറ്റിൽ. ഫോണിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് 4.01 ഇഞ്ച് AMOLED കവർ സ്ക്രീൻ. അകത്ത് 6.86 ഇഞ്ച് 120 ഹെഡ്സ് LTPO AMOLED സ്ക്രീനും. 2 സ്ക്രീനുകൾക്ക് 1.5K റെസൊല്യൂഷനൊപ്പം 3000 നീറ്റ് പിക് തെളിച്ചവും. ഇന്ത്യയിലെ 77% സ്റ്റാർട്ടപ്പുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതായി റിപ്പോർട്ട്. ഡൺ ആൻഡ് ബ്രാഡ് സ്ട്രീറ്റിന്റെ സഹകരണത്തോടെ സാപ്പ് ഇന്ത്യയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിൽപ്പന നിർത്തിവെച്ച് സാംസങ് ഗാലക്സി എയർബഡ്സ്. വിൽപ്പന നിർത്തിയത് വ്യാപകമായ സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള പരാതി ഉയർന്നതോടെ. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും റീറ്റെയിൽ ഷോപ്പുകളിലും നിന്നും എയർപോഡ് പിൻവലിച്ചു. പരാതി ഉയർന്നതോടെ ഗാലക്സി എയർപോഡ് പേജ് നീക്കം ചെയ്ത ആമസോൺ. പരാതി ആദ്യം ഉയർന്നത് കൊറിയയിൽ നിന്ന് തന്നെയെന്നും റിപ്പോർട്ട്. പുത്തൻ സാംസങ് Z Fold 6 ഫോൺ സ്വന്തമാക്കി നടൻ മമ്മൂട്ടി. നടൻ സ്വന്തമാക്കിയത് കേരളത്തിലെ ആദ്യത്തെ Fold 6 ഫോൺ. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഫോണുകളാണ് ഗാലക്സി Z Fold 6, ഗാലക്സി Z Flip 6 എന്നിവയിൽ ഒന്നാണ് മമ്മൂട്ടി വാങ്ങിയത്. ഫോൺ വാങ്ങിയത് പുഞ്ചകുട്ടയിലെ മാസ്റ്റർ ടെലികമ്മ്യൂണിക്കേഷനിൽ അർദ്ധരാത്രി വിൽപ്പനയോടെ ഔദ്യോഗികമായി പുറത്തിറക്കിയതിനു പിന്നാലെ. കേരള ഹൈഡൽ ടൂറിസം സെന്റർ ബാണാസുര സാഗറിൽ പ്രവേശന ടിക്കറ്റ് ഇന്നു മുതൽ ഓൺലൈൻ മുഖേന ആയിരിക്കുമെന്ന് സൈറ്റ് ഇൻചാർജ്. വെബ്സൈറ്റിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5:15 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വയനാട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമുള്ള അഡ്വഞ്ചർ പ്രവർത്തനങ്ങളുടെ നിരോധനം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ജനപ്രിയ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി തെന്നിന്ത്യൻ താരം പ്രഭാസ്. ഷാരൂഖ് ഖാൻ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട നായക താരങ്ങളുടെ പുതിയ പട്ടികയിലാണ് ഷാരൂഖ് 2ാമതായത്. പ്രഭാസ് ചിത്രം കൽക്കിക്കെതിരെ നിയമ നടപടി. സിനിമയുടെ നിർമ്മാതാക്കൾക്കും അഭിനേതാക്കൾക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ച മുൻ കോൺഗ്രസ് നേതാവും കൽക്കി ധാം
പീഡാധീശ്വരനുമായ ആചാര്യ പ്രമോദ് കൃഷ്ണം. ചിത്രം ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുകയായിരുന്നെന്നും ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ വളച്ചൊടിച്ചുവെന്നും ആരോപണം. സിനിമ ആളുകൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതെന്ന് ആചാര്യ പ്രമോദ് കൃഷ്ണം. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PV ഷാജികുമാർ എഴുതിയ മരണവംശം നോവൽ സിനിമയാകുന്നു. സംവിധാനം ചെയ്യുന്നത് നടനും സംവിധായകനുമായ രാജേഷ് മാധവൻ. തന്റെ നാട്ടിലുണ്ടായ കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ നോവലാണ് മരണവംശമെന്ന് രാജേഷ് മാധവൻ. ചിത്രീകരണത്തിന്റെ കൂടുതൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നും രാജേഷ് മാധവൻ. ക്രിസ്റ്റി ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമയെ ചലച്ചിത്രമേളകളിൽ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. തിയേറ്ററുകളിൽ 4ാം വാരത്തിലെത്തിയ സിനിമ ഗോവ, തിരുവനന്തപുരം അന്താരാഷ്ട്ര മേളകളിൽ അയച്ചിരുന്നു. എന്നാൽ മികച്ച സിനിമയായിട്ടും 2ഇടത്തും അവഗണന നേരിട്ടു. ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രിക്ക് കത്തെഴുതിയ അടൂർ ഗോപാലകൃഷ്ണൻ ഗോവ മേളയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ലെങ്കിലും കേരളത്തിന്റെ സ്വന്തം മേളയിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് കത്തെഴുതി.